അപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ വളരെ നിർണായക ദിവസത്തിലൂടെ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവസാന നിമിഷം നിരഞ്ജന നല്ല കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി നിന്ന് ആ നിമിഷം തന്നെയാണ് വലിയൊരു വാർത്ത എല്ലാവരെയും തേടിയെത്തിയത്. അജയ് കടന്നു കളഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഒരിക്കലും അജയ് കടന്നു കളഞ്ഞതല്ല, അജയ് തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളൊരു സംസാരവുമുണ്ട്. അത് ശരണാണ് ചെയ്തത് എന്നുള്ള ഒരു സംസാരവുമുണ്ട്. മറ്റൊരു ഭാഗത്ത് അജയ് കടന്നു കളഞ്ഞതാണ് എന്നുള്ള ഒരു സംസാരവും കൂടി വരുന്നുണ്ട്. പിന്നെ എന്താണ് സത്യാവസ്ഥ? അജയ് എവിടെ പോയതാണ്? അജയ് തട്ടിക്കൊണ്ടു പോയതാണോ അതോ അജയ് ഇനി കാണാതായതാണോ? പക്ഷേ തമ്പിയുടെയും അപർണയുടെയും ആ ഒരു പെരുമാറ്റത്തിൽ അജയ് തമ്പി തന്നെ മാറ്റിയതാണ് എന്നുള്ള ഒരു സംശയം, ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക, ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ആയിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അളകാപുരയിലുള്ള എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മുഹൂർത്ത സമയം എത്തിയ സമയത്താണ് അജയ് കടന്നു കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ചത്. അങ്ങനെ അജയ് എവിടെ പോയതായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരുടെ മനസ്സിലുണ്ട്. അമലും എല്ലാവരും ആ അമ്പലം മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അജയ് അമ്പലത്തിൽ തൊഴാൻ പോയതായിരിക്കും എന്നുള്ള ഒരു സംസാരമുണ്ട്. അങ്ങനെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അമലും എല്ലാവരും കൂടി തിരയുന്ന സമയത്ത് ജാനകി അബിയെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോവാണ്. എന്നിട്ട് ജാനകി അബിയോടൊരു കാര്യം പറഞ്ഞു. അബിയേട്ടാ, ഇത് എനിക്ക് സംശയം അപർണയും തമ്പിയാണ്. അവര് അജയെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അവിടെ ആ ഒരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണയും തമ്പിയും കൂടി മാറി നിന്ന് സംസാരിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അവർ തട്ടിക്കൊണ്ടു പോയതാണ്. അപർണ അനുഭവിച്ച ആ വേദന എല്ലാവരും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ജാനകി പറയുവാണ്. എന്നാൽ അത് വിശ്വസിക്കാനായിട്ട് അബി തയ്യാറായില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ അവർ അഥവാ തട്ടിക്കൊണ്ട് പോകുവാണെങ്കിൽ തന്നെ മാറി നിന്ന് എന്തായാലും സംസാരിക്കാൻ സാധ്യതയില്ല. നമുക്കത് തെളിയിക്കാനുള്ള തെളിവുകളും ഇല്ല. ഒന്നും വെറുതെ പോയി ഇത് അപർണ അവളുടെ ആ ഒരു വേദന വീണ്ടും നിരഞ്ജന അതേ വേദന മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് തെളിവുകൾ വേണ്ടേ? അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് ജാനകിയും അബിയും. ഈ സമയത്ത് ഉണ്ണിത്താൻ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് എന്താ ഈ പറയുന്നത്? ഇത് മര്യാദയ്ക്ക് ആ മുഹൂർത്ത സമയത്ത് വിവാഹം നടന്നേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഉണ്ണിത്താനെ നടത്തുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അജയെ തെരഞ്ഞുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. ഈ സമയം ഈ തക്കം നോക്കി നേരെ നിരഞ്ജനയുടെ അടുത്തേക്ക് അപർണ പോവുകയും, എന്നാൽ നിരഞ്ജന ഫോണിൽ തൻ്റെ ഫ്രണ്ടിനോട് തൻ്റെ ആ ഒരു പ്രണയ സാഫല്യമാകാൻ പോകുന്ന നിമിഷത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് അപർണ വന്നതിന് ശേഷം അവിടെ അപർണയോ നിരഞ്ജനോട് പറയുന്നത്, എനിക്ക് സംഭവിച്ച അതേ വേദന തന്നെയാണ് നീയും അനുഭവിക്കാൻ പോകുന്നത്. അജയ് കടന്നു കളഞ്ഞു. അപ്പോൾ ആദ്യം നിരഞ്ജനയ്ക്ക് കാര്യം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല. അപ്പോൾ അജയെ കുറിച്ച് കുറ്റം പറയുന്നതും പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിനക്ക് ഇതുവരെയും അജയ് മറക്കാൻ പറ്റിയിട്ടില്ല എന്ന് നിരഞ്ജന പറയുകയും, മറ്റൊരു പുരുഷന്റെ ഭാര്യ ആയിട്ട് പോലും നിനക്ക് മറക്കാനായിട്ട് അജയെ മറക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട അപർണ പറയുന്നത്, എനിക്ക് അജയിൽ ഒരു മോഹവുമില്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ അജയ് കടന്നു കളഞ്ഞു. നിന്നെ ഈ വേഷത്തിൽ അവസാനം വരെ കൊണ്ടെത്തിച്ചിട്ട് അജയ് കടന്നു കളഞ്ഞു. ഇത് എൻ്റെ നിമിഷമാണ്. ഞാൻ ഇതേ വേഷത്തിൽ ഇതേ സമയത്ത് ഇതുപോലെ തന്നെയാണ് ഞാനും അനുഭവിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇപ്പോൾ നീയും അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജനയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അപർണ ശ്രമിച്ചു. ഈ സമയത്ത് തന്നെയാണ് നിരഞ്ജനയുടെ അമ്മയും വരുന്നത്. എന്നാൽ അപർണ ആദ്യം പറഞ്ഞത് കള്ളമാണെന്ന് വിചാരിച്ചിരുന്ന നിരഞ്ജന തൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അപർണ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ നിരഞ്ജന അജയ് വിളിക്കുവാണ്. പക്ഷെ അജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എല്ലാവരും അവിടെ അജയെ തേടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. ഈ സമയത്ത് സൂര്യനാരായണനും അബിയും കൂടി മാറി നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ സൂര്യനാരായണനും അബിയോട് പറയുന്നത്, നമ്മൾ ഇനി എന്ത് ചെയ്യും? അവസാന നിമിഷം അജയ് നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ, ഇനി എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ആലോചിച്ച് അബിയോട് പറയുമ്പോഴും അബി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അജയ് തട്ടിക്കൊണ്ടു പോയതായിരിക്കുമെന്നാണ്. പക്ഷേ തമ്പി പറഞ്ഞത് ഈ 4 ചുവരിനുള്ളിൽ, ഈ ഒരു 4 കെട്ടിനുള്ളിൽ എങ്ങനെ ഒരാൾ വന്ന് തട്ടിക്കൊണ്ടു പോകും? അത് നിഷ്പ്രയാസം പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. അഥവാ അജയെ
പോകണമെന്നുണ്ടെങ്കിൽ അജയ് സ്വയം പുറത്തോട്ട് പോയാൽ മാത്രമേ അജയെ കടത്തിക്കൊണ്ട് പോകാനായിട്ടും പോലും സാധിക്കത്തുള്ളൂ. അത് എന്തിനാ അജയ് അങ്ങനെ പോകണം? അപ്പോൾ അജയ് തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അജയ് എന്തായാലും പോകാനുള്ള സാധ്യതയില്ല. അത്രത്തോളം അജയ് ഈ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്, നിരഞ്ജനയുടെയും തന്റെയും വിവാഹത്തിന് വേണ്ടിയിട്ടാണ് അജയ് ഇത്രത്തോളം പോരാടിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും അജയ് ഉറപ്പായിട്ടും സ്വയം ഒളിച്ചോടിയതാണ് എന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. പക്ഷെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അഥവാ അജയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എങ്ങാനും അജയ് എന്തെങ്കിലും ആവശ്യത്തിന് അജയ് തന്നെ പുറത്തോട്ട് പോയതാണെങ്കിലോ, അങ്ങനെ പുറത്തോട്ട് പോയതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അജയ് തിരിച്ചു വരും. കഴിഞ്ഞ പ്രാവശ്യവും അപർണയുടെ വിവാഹത്തിന്റെ അന്ന് അജയ് നിരഞ്ജനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നതാണ്. തിരിച്ച് കതിർ മണ്ഡപത്തിൽ ഓടി വന്ന സമയത്ത് അമലിന്റെയും അപർണയുടെ വിവാഹം കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അജയ് നിരഞ്ജനയുടെ അടുത്തേക്ക് പോയതും താലി കെട്ടിയതും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെങ്കിലോ, അവസാന നിമിഷം അജയ് തിരിച്ചു വന്നാലോ, മുഹൂർത്തത്തിന് മുന്നേ എന്തായാലും അജയ് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവിടെ അബിക്കും സൂര്യനും ഉള്ളത്. ഈ സമയം നോക്കി ഉണ്ണിത്താൻ ഓടി വന്നിട്ട് അബിയെ കുറ്റപ്പെടുത്തുകയും എന്നിട്ട് അവൻ എവിടെ പോയി, അജയ് മനഃപൂർവ്വം കടന്നു കളഞ്ഞതാണ്, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ, അജയ് വരുമോ വരില്ലേ, എനിക്കിപ്പോൾ അറിയണം, എന്നാൽ മാത്രമേ എനിക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഇല്ല, അജയ് തിരിച്ചു വരും. അവസാന നിമിഷവും അവൻ അന്നും അങ്ങനെ തന്നെയാണ്, അവൻ അവസാന നിമിഷം തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് അവൻ വരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബം എന്ത് നാണം കെട്ട കുടുംബമാണ്. ഒരു വട്ടം വിവാഹ പന്തലിൽ നിന്ന് ഒളിച്ചോടിയ പയ്യൻ വീണ്ടും വിവാഹ പന്തലിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അളകാപുരിയെയും അബിയെയും ഒക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ണിത്താൻ ശ്രമിച്ചു. ഇതൊന്നും കേട്ടു നിൽക്കാൻ പറ്റാത്ത അബിയും ഉണ്ണിത്താനും തമ്മിൽ വലിയൊരു കയ്യാങ്കളി നടന്നു. ഒപ്പം ഉണ്ണിത്താന്റെ ഡ്രൈവറും ഉണ്ണിത്താനും അബിയും ഒക്കെ ചേർന്ന് വലിയൊരു കയ്യാങ്കളിയാണ് നടന്നത്. അവസാനം ആ ഡ്രൈവറിനെ പിടിച്ച് അബി പിടിച്ച് പുറത്തോട്ട് തള്ളുകയും എന്നിട്ട് ഉണ്ണിത്താന്റെ ഡ്രസ്സിൽ കയറി പിടിക്കുകയും ചെയ്തു. ഈ ഒരു വഴക്ക് രൂക്ഷമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന് തമ്പി തടഞ്ഞുവെങ്കിൽ പോലും അവിടെ ആ ഒരു വഴക്ക് നിർത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഉണ്ണിത്താൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അബി ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു നാണം കെട്ട കളി ഇവിടെ തുടങ്ങി വെച്ചത് നിങ്ങളുടെ മകള് തന്നെയാണ്. നിങ്ങളുടെ മകളെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവസാന നിമിഷം വിവാഹത്തിന്റെ അന്ന് അവൾ വന്ന് അജയുടെ മുന്നിൽ വന്ന് ആ ഒരു ആത്മഹത്യാ നാടകം കളിച്ചത്. അങ്ങനെ ആത്മഹത്യാ നാടകം കളിച്ചതിന്റെ പേരിലാണ് അജയ്ക്ക് നിരഞ്ജനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേണ്ട അവസ്ഥ വന്നത്. അന്ന് മുതലാണ് ഞങ്ങളുടെ ഈ ഒരു ദുരന്ത അവസ്ഥ തുടങ്ങുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം നിങ്ങളുടെ മകള് തന്നെയാണ് എന്ന് അബി ഉണ്ണിത്താനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രശ്നം വലിയൊരു രൂക്ഷമായി, വലിയൊരു പൊട്ടിത്തെറികളായി അവസാനം ഉണ്ണിത്താൻ പറഞ്ഞു, എന്തായാലും ഇനി മുഹൂർത്തത്തിന് 10 നിമിഷമുണ്ട്. ഈ സമയത്തിനുള്ളിൽ അജയ് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം മാറുന്നത് നിങ്ങൾ കാണും എന്നൊക്കെ ഭയങ്കര വലിയൊരു ആ ഒരു സന്തോഷത്തോടു കൂടി വിവാഹം നടക്കേണ്ട ആ ഒരു കതിർമണ്ഡപത്തിൽ വലിയ പൊട്ടിത്തെറിയും കലാശങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ്. ഇതിനിടയിൽ സൂര്യനാരായണനും ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു സന്തോഷത്തോടുകൂടി നടത്തേണ്ട വിവാഹത്തിൽ എല്ലാവരും കരയുമ്പോൾ 2 പേര് മാത്രമാണ് അവിടെ സന്തോഷിക്കുന്നത്. ഒന്ന് ഇവിടെ അപർണയും അപർണയുടെ അച്ഛനായ തമ്പിയും. പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക? അവസാന നിമിഷം ആ വിവാഹം നടക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അജയെ കാണാതായിരിക്കുന്നത്. പക്ഷെ അജയ് എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒന്നും അറിയത്തില്ല. ഹണിറോസ് പറഞ്ഞത് ഒരിക്കലും നിരഞ്ജനയുടെ കഴുത്തിൽ അജയ് താലി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കടന്നിട്ടാണ് അജയ് നിരഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് വന്നത്. ഇനി ഹണിറോസ് തന്നെയാണോ? ഹണിറോസിനോട് അജയ് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അജയ് തന്നെ ഈ വിവാഹത്തിൽ നിന്നും ഒളിച്ചോടി പോയതാണോ? അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അളകാപുരിയിലോട്ട് അജയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഇനി അഥവാ അജയ് പോയതാണോ, അതോ ഇനി തമ്പിയുടെ ഗുണ്ടകളും കൂടി ചേർന്നിട്ട് അജയെ തട്ടിക്കൊണ്ടു പോയതാണോ? അജയെ തട്ടിക്കൊണ്ടു പോയതാണെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശരണാണ് അജയെ തട്ടിക്കൊണ്ടു പോയതെന്നുള്ളൊരു സംസാരമുണ്ട്. പക്ഷേ ശരൺ എന്തായാലും ഇതിന്റെ പിന്നിൽ നിൽക്കത്തില്ല. ഇനി ശരണിനെ മുൻനിർത്തി തമ്പി കളിച്ച കളിയാണ്. ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ജാനകിക്കും അബിക്കും സാധിക്കുമോ? നിരഞ്ജന ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ആ ഒരു നിരഞ്ജനയുടെയും അജയുടെ വിവാഹം ഇനി നടക്കുമോ? അവസാന നിമിഷം എന്തെങ്കിലും മാറി മറിയുമോ? അജയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അബിക്കും ജാനകിക്കും ഒക്കെ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.